ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സിറ്റി മച്ചാൻ. ഭൂമിക്കടിയിലുള്ള പെട്രോൾ ടാങ്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു ടെക്നോളജി വഴിയാണ് നടക്കുന്നത്. ഓവർഫിൽഡ് ടെക്നോളജി അഥവാ ഫ്ലാറ്റർ വാൽവ് ടെക്നോളജി. ടാങ്കിൽ നിന്ന് ടാങ്കർ ലോറിയിൽ നിന്നും ടാങ്കിലേക്ക് ഇന്ധനം നിറയ്ക്കുമ്പോൾ പരമാവധി ഇന്ധനം നിറയും. ഈ പരമാവധി ഇന്ധനം നിറയുന്ന നേരത്ത് ഈ വാൽവ് അടയുകയും പിന്നീട് ടാങ്കിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും ഇങ്ങനെ ടാങ്ക് നിറയുന്നത് തടയുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ടെക്നോളജിയാണ് ഓവർഫിൽ പ്രിവെൻഷൻ. ഇത് പ്രവർത്തിക്കുന്നത് ടാങ്കിനുള്ളിലെ വേപ്പർ പ്രഷർ അനുസരിച്ചാണ്. പെട്രോൾ വേപ്പറായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ടാങ്കിനുള്ളിലും ഇത് ബാധകമാണ്. ഇങ്ങനെ പെട്രോൾ നഷ്ടപ്പെടാതിരിക്കാൻ ബോൾ ഓവർഫില്ലർ പ്രിവെൻഷൻ സഹായിക്കുന്നു. ഇതുപോലെ മറ്റൊരു പ്രവർത്തനമാണ് ഫ്ലോട്ട് സെൻസർ. ഇതൊരു അലേർട്ട് സംവിധാനം കൂടിയാണ്. ടാങ്കിനുള്ളിൽ എത്രമാത്രം ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ട് ആ പോയിന്റിൽ ഒരു ഫ്ലോട്ട് സെൻസർ ഒരു സൈറൻ മുഴക്കും. അതിനാൽ അവിടെ നിന്ന് പെട്രോൾ നിറയുന്നത് തടയും. ഈ 3 ടെക്നോളജികളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്രോൾ, ഡീസൽ എന്നിവ ഭൂമിക്കടിയിൽ സൂക്ഷിക്കുന്നത്? വളരെ സിമ്പിളായാണ്. അപകട സാധ്യത കുറയ്ക്കാനാണ് ഒരു കാരണം. മറ്റൊന്ന് സ്ഥലലാഭം. കൂടുതൽ സ്ഥലം ലാഭിക്കാനായി നമുക്ക് സാധിക്കും. ഇങ്ങനെ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കുകൾ ഭൂമിക്കടിയിൽ കിടക്കുമ്പോൾ ഇവ തുരുമ്പിക്കാറുണ്ട്. ഭൂമിക്കടിയിൽ കിടന്ന് മോയ്സ്ചർ സാന്നിധ്യത്തിൽ അയൺ മോളിക്യൂളിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോകുന്നത് മൂലമാണ് ഈ ടാങ്കുകൾ തുരുമ്പ് പിടിക്കുന്നത്. ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നത് മൂലമുള്ള ലീക്കേജ് ഇല്ലാതാക്കാനായി ഈ ടാങ്കിന് ചുറ്റും കൊറോഷൻ റെസിസ്റ്റൻസ് കോട്ടിംഗ് എന്നൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് ടാങ്കിനെ പൊതിയും. ഇത് ടാങ്കുകളെ തുരുമ്പിൽ നിന്നും സംരക്ഷിക്കുവാനും കൂടുതൽ കാലം ഈട് നിർത്തുവാനും സുരക്ഷിതമാക്കാനും സാധിക്കും. ഇവയൊക്കെയാണ് പെട്രോൾ ടാങ്കിനുള്ളിലെ പ്രവർത്തനങ്ങളും രീതികളും.